ജെറമിയ 39 അധ്യായം. ജെറുസലേമിൻ്റെ പതനം. യൂദാ രാജാവായ സെദക്കിയായുടെ ഭരണത്തിൻ്റെ 9-ാം വർഷം 10-ാം മാസം ബാബിലോൺ രാജാവ് നെബൂഖദ്നേസർ തൻ്റെ സൈന്യം മുഴുവനോടും കൂടെ ജെറുസലേം വളഞ്ഞു. സെദക്കിയായുടെ 11-ാം വർഷം 4-ാം മാസം 9-ാം ദിവസം കോട്ട ഭേദിക്കപ്പെട്ടു. ജെറുസലേം പിടിച്ചടക്കിയ ശേഷം ബാബിലോൺ രാജാവിൻ്റെ പ്രഭുക്കന്മാർ, സിൻമാഗീറിലെ പ്രഭു നെർഗാൽ-ശരേസർ, കൊട്ടാരം വിചാരിപ്പുകാരൻ നെബുഷാസ്ബാൻ, അതിർത്തി സൈന്യത്തിൻ്റെ നായകൻ നെർഗാൽ-ശരേസർ എന്നിവരും മറ്റു സേവകന്മാരും നഗരത്തിൻ്റെ മധ്യവാതിൽക്കൽ സമ്മേളിച്ചു. അവരെ കണ്ടപ്പോൾ സെദക്കിയാ രാജാവും യോദ്ധാക്കളും രാത്രിയിൽ കൊട്ടാരത്തിൻ്റെ ഉദ്യാനത്തിലൂടെ 2 മതിലുകൾക്കിടയിലുള്ള വാതിലുകൾ കടന്ന് അരാബായിലേക്കുള്ള വഴിയെ പലായനം ചെയ്തു. എന്നാൽ കൽദായ സൈന്യം അവരെ പിന്തുടർന്നു. ജെറീക്കോ സമതലത്തിൽ വെച്ച് സെദക്കിയായെ വളഞ്ഞ് തടവുകാരനാക്കി ഹമാത്ത് പ്രദേശത്തെ റിബ്ലായിൽ ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. സെദക്കിയായുടെ മേൽ അവൻ വിധി കൽപ്പിച്ചു. ബാബിലോൺ രാജാവ് അവിടെ വച്ച് സെദക്കിയ കാണെ അവൻ്റെ പുത്രന്മാരെയും പ്രഭുക്കന്മാരെയും വധിച്ചു. സെദക്കിയായുടെ കണ്ണുകൾ ചൂഴ്ന്നു കളഞ്ഞ് ബാബിലോണിലേക്ക് കൊണ്ടുപോകാൻ അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചു. കൽദായർ രാജകൊട്ടാരവും ജനങ്ങളുടെ വീടുകളും ചുട്ടെരിച്ചു. ജെറുസലേം മതിലുകൾ ഇടിച്ചു തകർത്തു. തൻ്റെ അടുക്കൽ അഭയം പ്രാപിച്ചവരെയും നഗരത്തിൽ അവശേഷിച്ചവരെയും സേനാനായകനായ നെബുസരാദാൻ ബാബിലോണിലേക്ക് നാടുകടത്തി. എന്നാൽ സ്വന്തമായി ഒന്നുമില്ലാതിരുന്ന കുറേ ദരിദ്രരെ യൂദാദേശത്തു തന്നെ അവൻ പാർപ്പിച്ചു. അവർക്ക് മുന്തിരിത്തോട്ടങ്ങളും വയലുകളും നൽകി. ജെറമിയായുടെ മോചനം. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ സേനാനായകനായ നെബുസരദാനോട് ജെറമിയായെക്കുറിച്ച് ഇപ്രകാരം കൽപ്പിച്ചു: നീ അവനെ കൊണ്ടുവന്ന് പരിരക്ഷിക്കുക. അവന് യാതൊരു ഉപദ്രവവും നേരിടരുത്. അവൻ ആവശ്യപ്പെടുന്നത് പോലെ നീ അവനോട് വർത്തിച്ചു കൊള്ളണം. അതനുസരിച്ച് ബാബിലോൺ രാജാവിൻ്റെ അംഗരക്ഷകനായ നെബുസരദാൻ, കൊട്ടാരം വിചാരിപ്പുകാരനായ നെബുഷസ്ബാൻ, അതിർത്തി സൈന്യത്തിൻ്റെ നായകൻ നെൽഗാൽ-ശരേസർ എന്നിവരും മറ്റു സേവകരും ചേർന്ന് ആളയച്ചു. ജെറമിയായെ കാവൽപുരത്തളത്തിൽ നിന്ന് വരുത്തി അവനെ ഷാഫാൻ്റെ മകനായ അഹിക്കാമിൻ്റെ മകൻ ഗദാലിയായെ ഏൽപ്പിച്ചു. അവൻ ജെറമിയായെ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ ജെറമിയ ജനത്തിൻ്റെ ഇടയിൽ വസിച്ചു. കാവൽപുരത്തളത്തിൽ ബന്ധനസ്ഥനായിരുന്നപ്പോൾ ജെറമിയായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി: നീ പോയി എത്യോപ്യക്കാരൻ എബദ്മേലെക്കിനോട് പറയുക, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പറഞ്ഞിരുന്നത് പോലെ നന്മയല്ല തിന്മ ഈ നഗരത്തിൻ്റെ മേൽ ഞാൻ വരുത്താൻ പോകുന്നു. നിന്റെ കണ്ണുകൾ അത് കാണും. അന്ന് നിന്നെ ഞാൻ രക്ഷിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നീ ഭയപ്പെടുന്നവരുടെ കയ്യിൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഞാൻ നിന്നെ നിശ്ചയമായും രക്ഷിക്കും. നീ വാളിനിരയാവുകയില്ല. യുദ്ധസമ്മാനമായി നിന്റെ ജീവൻ സംരക്ഷിക്കപ്പെടും. എന്തെന്നാൽ നീ എന്നിൽ ആശ്രയിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം.